വളരെ കാലമായി രാജസ്ഥാൻ റോയൽസിന്റെ മുഖമാണ് നായകനായ സഞ്ജു സാംസൺ. IPL 2025 പരിക്കുകളും ടീമിന്റെ മോശം പ്രകടനങ്ങളും കാരണം കടുത്ത നിരാശയിലാണ് അദ്ദേഹം. ഇതിനിടെ ടീം മാനേജ്മെന്റിന്റെ പല പ്രധാന തീരുമാനങ്ങളിലും സഞ്ജു അതൃപ്തനാണെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. രാജസ്ഥാൻ റോയൽസിന്റെ 3 വിവാദ തീരുമാനങ്ങളെ ചൊല്ലി ഫ്രാഞ്ചൈസിയിൽ വലിയ ആഭ്യന്തര സംഘർഷമുണ്ടെന്ന് ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഡൽഹി ക്യാപിറ്റൽസിനെതിരായ മത്സരത്തിനിടെ പരിക്കേറ്റ് കളം വിട്ട സഞ്ജു തുടർന്നുള്ള 2 മത്സരങ്ങളിലും പങ്കെടുത്തിട്ടില്ല. ഗുജറാത്ത് ടൈറ്റൻസിനെതിരായ മത്സരത്തിൽ അദ്ദേഹം കളിക്കുമോ എന്ന് ടീം ഇതുവരെ വ്യക്തമാക്കിയിട്ടുമില്ല. IPL 2025 സീസൺ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ സഞ്ജുവിന് ടീം മാനേജ്മെന്റിന്റെ പല തീരുമാനങ്ങളിലും അതൃപ്തിയുണ്ടായിരുന്നു. ടീമിന്റെ മുന്നേറ്റങ്ങളിൽ നിർണായക പങ്ക് വഹിച്ചിരുന്ന തന്റെ വിശ്വസ്ത സഹതാരങ്ങളെ ലേലത്തിന് മുമ്പ് നിലനിർത്താൻ മാനേജ്മെന്റ് തയ്യാറായിരുന്നില്ല. ഇതിലുള്ള നിരാശ സഞ്ജു നേരത്തെ തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. സഞ്ജുവിന്റെ ഒന്നാമത്തെ നിരാശ തീർച്ചയായും ജോസ് ബട്ട്ലറെ വിട്ടയക്കാൻ മാനേജ്മെന്റ് ഒരുങ്ങിയത് തന്നെയായിരുന്നു. കഴിഞ്ഞ സീസണിൽ കിടിലൻ പ്രകടനം നടത്തിയ ജോസ് ബട്ട്ലറെ നിലനിർത്താത്തത് റോയൽസിന്റെ അമ്പരപ്പിക്കുന്ന തീരുമാനങ്ങളിലൊന്നായിരുന്നു. മാച്ച് വിന്നറും സഞ്ജുവിന്റെ വിശ്വസ്തനുമായിരുന്നു ബട്ട്ലർ. അനുഭവ സമ്പത്തുള്ള ഇംഗ്ലണ്ട് മുൻനായകനെ ഒഴിവാക്കിയ അബദ്ധ തീരുമാനം സഞ്ജുവിന് രസിച്ചില്ലെന്നുറപ്പാണ്. ബട്ട്ലറുടെ അഭാവം ഇത്തവണ രാജസ്ഥാന്റെ ബാറ്റിംഗ് നിരയെ ദുർബലവും അസ്ഥിരവുമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ സീസണുകളിൽ അദ്ദേഹം രാജസ്ഥാനെ ഒറ്റയ്ക്ക് കളികൾ ജയിപ്പിച്ചിരുന്നു. ഗുജറാത്ത് ടൈറ്റൻസിനായി ബട്ട്ലർ തകർപ്പൻ ഫോമിലുമാണുള്ളത് എന്നത് നിരാശ കൂട്ടുന്നുണ്ട്. ശുഭ്മാൻ ഗിൽ നയിക്കുന്ന ടീം പോയിന്റ് പട്ടികയിൽ 1ാം സ്ഥാനത്തേക്ക് എത്തുന്നതിന്റെ ഒരു കാരണം ബട്ട്ലറുടെ ബാറ്റിംഗ് ആണ് എന്നതിൽ സംശയമില്ല. സഞ്ജുവിന്റെ മറ്റൊരു നിരാശ ട്രെന്റ് ബോൾട്ടിനെ നിലനിർത്തിയില്ല എന്നതാണ്. IPLലെ ഏറ്റവും മികച്ച ന്യൂ ബോൾ ബൗളർമാരിൽ ഒരാളായ ട്രെന്റ് ബോൾട്ടിനെ വിട്ടയച്ചതും റോയൽസിലെ ഭിന്നതയ്ക്ക് ആക്കം കൂട്ടിയിട്ടുണ്ട്. തുടക്കത്തിൽ തന്നെ വിക്കറ്റുകൾ വീഴ്ത്തി മത്സരങ്ങൾ നിയന്ത്രിക്കാനുള്ള ബോൾട്ടിന്റെ കഴിവ് സഞ്ജുവിന് നന്നായി അറിയാം. പവർ പ്ലേകളിൽ ബോൾട്ടിന്റെ അഭാവം പ്രകടമായിട്ടുണ്ട്. ഒപ്പം യുസ്വേന്ദ്ര ചഹലിനെയും വിട്ടയച്ചത് ബൗളിംഗ് നിരയെ നിരാശപ്പെടുത്തുകയും ചെയ്തതോടെ ബൗളർമാരെ ഫലപ്രദമായി ഉപയോഗിക്കാനുള്ള അവസരവും സഞ്ജുവിന് നഷ്ടമായി. മറ്റൊന്ന് വിദേശ റിക്രൂട്ട്മെന്റുകളുടെ അഭാവമാണ്. മികച്ച ഓൾറൗണ്ടറെ റിക്രൂട്ട് ചെയ്യാൻ ദീർഘകാലമായി റോയൽസിന് സാധിച്ചിട്ടില്ല. ഇത്തവണ പ്രമുഖരെ വിട്ടയച്ചിട്ടും അതിൽ മാറ്റമുണ്ടായില്ല. ഈ സീസണിൽ മികച്ച വിദേശ കളിക്കാരുടെ അഭാവം പ്രകടമാണ്. 8 വിദേശ താരങ്ങളെ എടുക്കാമായിരുന്നിട്ടും 6 പേരെ മാത്രമാണ് ടീമിൽ ഉൾപ്പെടുത്തിയത്. ഇത് റോയൽസിന്റെ പ്ലെയേഴ്സ് ഓപ്ഷനുകൾ പരിമിതമാക്കിയിട്ടുണ്ട്. ടീമിനുള്ളിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നിട്ടും മാനേജ്മെന്റ് അത് ചെവിക്കൊണ്ടില്ല. പേസർ ജോഫ്ര ആർച്ചർക്ക് സ്ഥിരതയുള്ള പ്രകടനം പുറത്തെടുക്കാൻ ഇതുവരെ സാധിക്കാത്തതും റോയൽസിന് തിരിച്ചടിയായിട്ടുണ്ട്. സഞ്ജു സാംസണുമായി ഭിന്നതയൊന്നുമില്ലെന്ന് ടീം ഹെഡ് കോച്ച് രാഹുൽ ദ്രാവിഡ് വ്യക്തമാക്കിയെങ്കിലും വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ തമ്മിലുള്ള അന്തർലീനമായ പിരിമുറുക്കം ക്യാമ്പിനുള്ളിലെ അസ്വസ്ഥതകൾക്ക് കാരണമായേക്കാമെന്നാണ് റിപ്പോർട്ടുകൾ. ദ്രാവിഡ് സംയമനപരമായ പെരുമാറ്റത്തിനും ദീർഘവീക്ഷണത്തിനും പേരുകേട്ടയാളാണ്. എന്നാൽ ഉടനടി ടീമിന് ഫലമുണ്ടാകുന്ന രീതികളാണ് സഞ്ജുവിൻ്റേത്. തുറന്ന സംഘർഷം ഒന്നുമില്ലെങ്കിലും നിർണായക തീരുമാനങ്ങളിൽ സഞ്ജുവിന്റെ താല്പര്യങ്ങൾ ബലികഴിക്കപ്പെട്ടത് നിരാശയ്ക്ക് കാരണമായിട്ടുണ്ടെന്ന് വ്യക്തമാണ്. അടുത്ത സീസണിൽ സഞ്ജു റോയൽസിൽ തുടരില്ല എന്ന സ്ഥിരീകരിക്കപ്പെടാത്ത റിപ്പോർട്ടുകളും നേരത്തെ വന്നിരുന്നു. ടൈ വന്ന മത്സരത്തിനിടെ ടീമിന്റെ നിർണായക ചർച്ചയിൽ പങ്കെടുക്കാതെ സഞ്ജു മാറി നിൽക്കുന്ന ദൃശ്യങ്ങളും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. എന്തായാലും റോയൽസ് ആരാധകർ പ്രതീക്ഷ നഷ്ടമായ അവസ്ഥയിലാണ്. തുടർച്ചയായ 3ാമത്തെ തവണയാണ് ഉറപ്പായും ജയിക്കാമായിരുന്ന സാഹചര്യത്തിൽ കളി എത്തിച്ച ശേഷം റോയൽസ് പരാജയം ഏറ്റുവാങ്ങിയിട്ടുള്ളത്. രാജസ്ഥാൻ റോയൽസ് തുടർച്ചയായി പരാജയപ്പെടുമ്പോൾ മോശം ടീം സെലക്ഷൻ തന്നെയാണ് കാരണം എന്നാണ് ആരാധകരും കുറ്റപ്പെടുത്തുന്നത്. താരലേലത്തിൽ ചെയ്ത അബദ്ധങ്ങളും തുടർച്ചയായി ഫ്ലോപ്പാകുന്ന ചില താരങ്ങളെ പ്ലേയിങ് 11-ൽ നിന്ന് മാറ്റാൻ തയ്യാറാകാത്തതുമൊക്കെ വിമർശനങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. മികച്ച ചില താരങ്ങളെ പുറത്തിരുത്തിയാണ് റോയൽസ് ഇറങ്ങുന്നതെന്നും ഇക്കാര്യത്തിൽ മാറ്റം വരുത്താതെ ടീം രക്ഷപ്പെടാൻ പോകുന്നില്ല എന്നുമാണ് ആരാധകരുടെ അഭിപ്രായം. രാജസ്ഥാന്റെ ഹോം ഗ്രൗണ്ടിൽ വെച്ചാണ് ഗുജറാത്തിനെതിരായ മത്സരം നടക്കുക. തുടർന്ന് മെയ് 1-ാം തീയതി ഇതേ വേദിയിൽ 5 തവണ ചാമ്പ്യന്മാരായ മുംബൈ ഇന്ത്യൻസിനെതിരെയും റോയൽസ് ഇറങ്ങും. മെയ് 4-ന് ഈഡൻ ഗാർഡൻസിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെയും മെയ് 12-ന് ചെന്നൈയിലെ MA ചിദംബരം സ്റ്റേഡിയത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെയും മെയ് 16-ന് സവായ് മാൻസിംഗ് സ്റ്റേഡിയത്തിൽ പഞ്ചാബ് കിങ്സിനെയുമാണ് റോയൽസ് നേരിടാൻ പോകുന്നത്.